ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. കണ്ണം ഇതെന്നെ പ്രമാദം. ഇതിവിടെ പെസലായിട്ട് ഒന്നിറക്കേ. നീ തന്നെയാ. വരണ്ടടാ. ആര് റൊമാൻറ്റിക് വരണ്ടടാ. എന്താ ഇത്? നീ എന്താ കണ്ണുരുട്ടി ഉമ്മാക്കി കാണിക്കുന്നു? എന്താണ് ബ്രോ, മോഡേണോ? വെറുതെ ചിരിപ്പിക്കരുത്. ഈ വിദ്യാഭ്യാസക്കുറവിന്റെ ഒരു കുറവല്ലേ? ചത്ത് 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 ചത്ത്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ? ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തിയായിട്ട കറുത്ത പാലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. അശ്വഹൃദയം അറിഞ്ഞവൻ സകലകലാ വല്ലഭൻ. എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കൊറേ നേരം ആയല്ലോ. ഏയ്, ഒന്നുമില്ല. കാരണം ചെല്ലക്കിളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വെറുതെ എന്ന് കുറവല്ലേ? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. എന്തത് നീ ഇട്ടിരിക്കുന്നത്? ബ്ലൗസ് അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പുറത്തെ രാധയിട്ടിരിക്കുന്ന കണ്ടില്ലേ? എടാ, നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. നല്ല ചേർച്ചയുണ്ടല്ലേ? ആഹാ, എന്നാലും തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചർച്ച ഉണ്ടാവും. എന്നാ തിരിച്ചിടാ. എന്തെങ്കിലും വിളിച്ചാൽ മതി. നീ ആരെ? ദൈവത്തിനെ അല്ലാണ്ട് ആരെയാണ്? ഇത് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. നെക്സ്റ്റ് പേഷ്യന്റ്. പുഷ്പാഞ്ജലി. അയ്യോ അയ്യോ, അഞ്ജു, അഞ്ജലി, ആന്റി, ആന്റി, നീ ധൈര്യമായിട്ടിരുന്നു. ഞാൻ വക്കീലുമായിട്ട് വരാം. അഞ്ജലി മോളെ, വേണോ? എന്താ സംഭവിച്ചേ? എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. ഞാനത് കണ്ടില്ലേ പ്ലീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ മണങ്ങൂസിനോട് ഞാൻ കൂടെ പോവാന്ന്. മോളെ, നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. അഞ്ജലി, ഞങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? ഇതെങ്ങനെയാ പറ്റിയത്? നിങ്ങൾ ആരാണ് പറയാതെ? എന്നെ വേഗം ഒന്ന് പുറത്തെടുക്ക്. ആ കാര്യം ഞാൻ എത്തി. ഹലോ, നോർത്ത് പോലീസ് സ്റ്റേഷൻ SI പുഷ്കര സ്പീക്കിംഗ്. ആണോ? ഞാൻ ഉടനെ വരാം. പിന്നെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അഞ്ജലി, നീ ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങൾ ജീവൻ കൊടുത്താലും നിന്നെ പുറത്തു കൊണ്ടുവരും. എന്റെ മാങ്ങാത്തോലി വർത്തമാനം നിർത്തിട്ട് ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞാടാ കോപ്പേ. ശബ്ദം വിടോ.
സംസാരിക്ക. കണ്ടില്ലേ ഞാൻ ക്യാരക്ടറിലാണ്. വണ്ടി എടുത്തോ, ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. പോട്ടെ പോട്ടെ, റൈറ്റ് എടുത്ത് പോട്ടെ. ആ പോട്ടെ, പേടിക്കണ്ട. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. പിടിച്ചിരിക്കുമോളെ. എന്തോന്നാടോ ഇത്? അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. നന്നായിട്ട് പിടിച്ചിരുന്നു, അഞ്ജലി പിടിച്ചോ. ഭയങ്കരം തന്നെ. എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. അപ്പൊ നാളെ ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ. NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തൃശ്ശൂരിനെ അങ്ങ് എടുത്തു. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ എടുക്കുക. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ പൈസലേ? ഇനി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് പൊട്ടുന്നതെന്ന് എനിക്ക് കാണണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. താമര വിരിഞ്ഞു. മാത്രമല്ല അക്കൗണ്ട് തുറന്നു. കുറെ കാലമായിട്ട് BJP അക്കൗണ്ട് തുറക്കാൻ പാടുപെടുകയായിരുന്നു. പക്ഷേ തുറന്നു. ലക്കി മാൻ. നിന്റെയൊക്കെ ഒരു ടൈം. ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. ചന്ദ്ര എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല അത് ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഞങ്ങൾ ആകെ ഗതികേടിൽ. ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തവണ 400-ലധികം. അയ്യടാ, ഇപ്പൊ തരാം. തെക്കോട്ട് നോക്കിയിരുന്നോ? വീണ്ടും നിങ്ങളോ? പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. നെക്സ്റ്റ് പേഷ്യന്റ്. താനാരോ എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ഷൈൻ ടോം ചാക്കോ. താനാര നല്ല പാട്ടാണല്ലോ. ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. You don't need coffee, no? No. You also? You also. Thank you. ഒരു മാറ്റമില്ലല്ലോ ഇതിന്. നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്ക് ഇത്തിരി ഗുളി കഴിക്കാഞ്ഞിട്ടാ ചെലപ്പം മറക്കും. ഇനി വളരെ വിജിലന്റ് ആയിരിക്കണം നമ്മൾ. ഒരു പൊള്ളല് കഴിഞ്ഞ ക്ഷീണം എനിക്ക് മാറി. ഏത് നിമിഷം ഒരു അപകടം. നീ എന്തൊരു മറ്റേ അർത്ഥമില്ലാതെ സംസാരിക്കും. ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അത്ര ഒരു പാവാട്ടോ. ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഒരു കുലസ്ത്രീ വൈബിൽ വരുന്ന സിനിമയാണോ താനാര? ചോദിക്കാമോന്നറിയില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. കുലസ്ത്രീ എന്ന് പറഞ്ഞാ കുലത്തല സ്ത്രീയാണോ അത് കൊടത്തല സ്ത്രീയാണോ? ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി? എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സിനിമയില് ഇത്തരം സാരി അപ്പൊ അതിന് തന്നെ ഒരു കോമിക് എലമെന്റ് ഉണ്ടല്ലോ ചന്ദ്രൻ അങ്ങനെ കാണുന്നതിന്റെ. നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തില് കാണുന്നതിന്റെ ഒരു ഉണ്ടല്ലോ. ഇയാളെ കൈ വെറുതെ ഇരിക്കൂല. അപ്പൊ ഞങ്ങളുടെ ഈ പർട്ടിക്കുലർ പട്ടിയാ ഈ പട്ടിക്കാ പട്ടി വിളിക്കേണ്ട കാര്യം. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? നിന്റെ കുറെ വിഡ്ഢിത്തരങ്ങൾ ഒഴിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പൊ നാളെ ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ.